സംഘടനാ പ്രവർത്തനം നിർജീവം. സംസ്ഥാനത്ത് അധികാരത്തിലെത്തിയതിന് പിന്നാലെ സംഘടനാ തലത്തിൽ കോൺഗ്രസ് നേരിടുന്നത് ഗുരുതര പ്രതിസന്ധി. പാർട്ടിയും സർക്കാരും തമ്മിലുള്ള ഏകോപനമാണ് ഇപ്പോൾ വെല്ലുവിളിയാകുന്നത്. KPCC പ്രസിഡന്റ് സണ്ണി ജോസഫും വർക്കിംഗ് പ്രസിഡന്റുമാരായ AP അനിൽകുമാറും PC വിശ്വനാഥും മന്ത്രിസഭയിൽ അംഗങ്ങളായതോടെ പാർട്ടി നേതൃത്വം നിർജീവമായിരിക്കുകയാണ്. പാർട്ടി ആസ്ഥാനമായ ഇന്ദിരാഭവനിലെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാനും ആരുമില്ലാത്ത സാഹചര്യമാണുള്ളത്. സണ്ണി ജോസഫിന് മന്ത്രിസ്ഥാനത്തിന്റെ തിരക്കുകൾ കാരണം പാർട്ടി പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ സമയം കണ്ടെത്താൻ ബുദ്ധിമുട്ടുണ്ട്. പുതിയ KPCC പ്രസിഡന്റിനെ നിയമിക്കണമെന്ന ആവശ്യം അദ്ദേഹം തന്നെ ഉന്നയിച്ചിട്ടുണ്ടെങ്കിലും ഇത് സംബന്ധിച്ച ചർച്ചകൾ ഇതുവരെ ആരംഭിച്ചിട്ടില്ല. തെരഞ്ഞെടുപ്പ് ഫലം വിലയിരുത്തുന്നതിനായി KPCC ഭാരവാഹികളുടെയോ രാഷ്ട്രീയകാര്യ സമിതിയുടെയോ യോഗം ഇതുവരെ ചേർന്നിട്ടില്ല. അതേസമയം സർക്കാർ മാറിയ സാഹചര്യത്തിൽ വിവിധ ബോർഡുകൾ, കമ്മീഷനുകൾ, പൊതുമേഖലാ സ്ഥാപനങ്ങൾ എന്നിവയിലെ പുതിയ നിയമനങ്ങൾ അടിയന്തരമായി നടത്തേണ്ടതുണ്ട്. ഘടകകക്ഷികൾക്കും യോജിച്ച പ്രാതിനിധ്യം ഉറപ്പാക്കാൻ സ്ഥാനവിഭജന ചർച്ചകളും ആരംഭിക്കേണ്ടതുണ്ട്. ചില സ്ഥാപനങ്ങളിൽ നിലവിലെ ഭരണസമിതികളെ മാറ്റാൻ നിയമ ഭേദഗതികളോ ഓർഡിനൻസുകളോ ആവശ്യമായ സാഹചര്യമാണ്. ഇത്തരം നടപടികൾ സുഗമമായി മുന്നോട്ട് കൊണ്ടുപോകാൻ പാർട്ടി സർക്കാർ ഏകോപനം നിർണായകമാണെന്നാണ് വിലയിരുത്തൽ. ഇതിനിടെ മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫിലേക്ക് നിയമനം തേടി വലിയ തോതിൽ അപേക്ഷകൾ എത്തുന്നുണ്ട്. ഈ സമ്മർദ്ദം മൂലം ചില മന്ത്രിമാർക്ക് ഇതുവരെ സ്റ്റാഫ് നിയമനങ്ങൾ പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടില്ല. അതേസമയം മന്ത്രിമാരുടെ പ്രവർത്തനം തുടർച്ചയായി വിലയിരുത്തുമെന്നും ആവശ്യമായ ഇടക്കാലത്ത് തന്നെ മന്ത്രിസഭയിൽ മാറ്റങ്ങൾ വരുത്താൻ മടിക്കില്ല എന്നുമാണ് കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ നിലപാട്. പൊതുജനാഭിപ്രായവും ഭരണപ്രവർത്തനവും അടിസ്ഥാനമാക്കി നിരന്തര നിരീക്ഷണം നടക്കും. കർണാടകത്തിലെ നേതൃത്വ മന്ത്രിസഭാ മാറ്റങ്ങൾ ഇതേ രീതിയിലുള്ള വിലയിരുത്തലുകളുടെ ഭാഗമായിരുന്നുവെന്നാണ് പാർട്ടി വൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്. ജൂൺ മധ്യത്തോടെ KPCCയിലും ജില്ലാ കോൺഗ്രസ് കമ്മിറ്റികളിലും പുനഃസംഘടന നടപ്പാക്കാനാണ് നേതൃത്വത്തിന്റെ ശ്രമം. തിരുവനന്തപുരം, കോട്ടയം, എറണാകുളം, മലപ്പുറം, കോഴിക്കോട് ജില്ലകളിലെ DCC പ്രസിഡന്റുമാർ നിലവിൽ MLA മാരായതിനാൽ അവിടങ്ങളിലേക്കും പുതിയ നേതൃത്വത്തെ കണ്ടെത്തേണ്ട സാഹചര്യമുണ്ട്.